ഈ ടോപ്പിക്കിൽ നമ്മൾ മെയിനായിട്ട് രണ്ട് ഐഡിയകളാണ് പഠിക്കാനുള്ളത്. ഒന്ന് എന്താണ് റിലേഷൻ, രണ്ടാമത്തേത് എന്താണ് ഫങ്ഷൻ. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത്. ഇപ്പോൾ റിലേഷൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ആദ്യം എങ്ങനെ റിലേഷൻ ഉണ്ടായി എന്നുള്ളത് നോക്കേണ്ട ഒരു കാര്യമുണ്ട്. അതാണ് അതിൻ്റെ മെയിൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, എ എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. സപ്പോസ് എ ഈസ് ഇക്വൽ ടു ഞാൻ എടുക്കുന്ന സെറ്റ്, സോ 1 2 3 എന്ന് പറയുന്ന സെറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അതേപോലെ ബി എന്ന് പറയുന്ന വേറൊരു സെറ്റ് ഉണ്ട്. ബി ഈസ് ഈക്വൽ ടു സെറ്റ് ഫോർ എക്സാമ്പിൾ 2 3 4 എന്നുള്ള സെറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ട് സെറ്റ് തമ്മിലുള്ള ഓപ്പറേഷൻസ് ഓൾറെഡി നമുക്ക് അറിയുന്ന ഓപ്പറേഷൻസ് ഉണ്ട്. ഒന്ന് എൻ്റെയും ബിൻ്റെ യൂണിയൻ എന്നുള്ള ഓപ്പറേഷൻ നമുക്കറിയാം, ഇൻ്റർസെക്ഷണൽ ഓപ്പറേഷൻ അറിയാം, ഡിഫറൻസ് അറിയാം, അതേപോലെ കോംപ്ലിമെൻ്റ് ഓപ്പറേഷൻ ഉണ്ട്. കോംപ്ലിമെൻറ്റേഷൻ പറയുന്ന സമയത്ത് നമുക്ക് യൂണിവേഴ്സ് സെറ്റ് വേണം. അതുകൂടാണ്ട് വേറൊരു ഓപ്പറേഷനാണ് നമുക്ക് ക്രോസ് പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഐഡിയ. അപ്പോൾ ഇവിടെ ഇതൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ വരുന്ന ഏരിയയാണ്. രണ്ട് സെറ്റ് തന്നിട്ട് നമുക്ക് ക്രോസ് പ്രോഡക്റ്റ് കാണാൻ പറയും. തെറ്റിക്കരുത്, വളരെ ഈസിയുള്ള സാധനമാണ്. എ ക്രോസ് ബി എഗെയിൻ ഇസ് എ സെറ്റ്. സെറ്റിൻ്റെ പ്രത്യേകത ഈ സെറ്റിലെ എല്ലാ എലിമെൻസും ഓർഡേർഡ് പെയേഴ്സിൻ്റെ ഒരു കളക്ഷനാണ്. ഓർഡേർഡ് പെയേഴ്സ്. ഓർഡേർഡ് പെയർ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ബ്രാക്കറ്റിനകത്ത് നമുക്ക് രണ്ട് എലിമെൻസിന് നമുക്ക് ലിസ്റ്റ് ചെയ്യണം. ആ പറയുന്ന എ ക്രോസ് ബി ആണ് നമുക്ക് കണ്ടെങ്കിൽ ഇതിലെ ഫസ്റ്റ് എലിമെൻറ്റ് എ എന്നായിരിക്കും, ഇതിൻ്റെ സെക്കൻഡ് എലിമെൻറ്റ് എവിടെ നിന്നായിരിക്കും, ബിയിലെ എലിമെൻ്റ് ആയിരിക്കും. അപ്പോൾ വളരെ എളുപ്പമാണ് നമുക്ക് ആ എലിമെൻറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളത്. അതിലേക്കാണ് നമ്മളിനി പോകാൻ പോകുന്നത്. നോക്കില്ല, ആദ്യത്തെ എലിമെൻറ്റ് എങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നോക്കില്ല, ഈ പറയുന്ന എയിലെ 1ഉം ഈ 2ഉം വെച്ച് നമുക്ക് പെയർ ചെയ്യുന്നു. അപ്പോൾ ഫസ്റ്റ് പെയർ എന്ന് പറഞ്ഞാൽ 1 2 എന്നാണ്. സോ ഫസ്റ്റ് ഞാൻ എഴുതാൻ പോകുന്നത് 1 2 പെയർ ചെയ്തു. അതുകൊണ്ട് ഞാൻ എല്ലാ പെയറും കഴിയണം കേട്ടോ. അപ്പോൾ 1 2 ആയിട്ട് പെയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓർഡേഡ് പെയർ 1 2 കിട്ടി. ഇനി അടുത്ത് 1 3 ആയിട്ട് പെയർ ചെയ്യുന്നു, അപ്പോൾ നമുക്ക് സെക്കൻഡ് ഓർഡേഡ് പെയർ കിട്ടി. 1 4 ആയിട്ട് പെയർ ചെയ്യുന്നു, അപ്പോൾ തേർഡ് ഓർഡേഡ് പെയർ കിട്ടി. കിട്ടിയല്ലോ. എന്നിട്ട് നമ്മൾ മാറ്റിയിട്ട് വീണ്ടും 2 വെച്ചിട്ട് ഇതേ കാര്യം റിപ്പീറ്റ് ചെയ്യും. ഇപ്പോൾ 2നെ 1 ആയിട്ട് പെയർ ചെയ്യും, 2നെ 3 ആയിട്ട് പെയർ ചെയ്യും, 2നെ 4 ആയിട്ട് പെയർ ചെയ്യും. അത് കഴിഞ്ഞ ശേഷം 3 എടുക്കുന്നു, 3നെ അടുത്ത 3 എലിമെൻറ്റ്സ് ആയിട്ട് പെയർ ചെയ്തതിന് ശേഷം നമുക്ക് ഓരോ ഓർഡേഡ് പെയേഴ്സ് കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അത് എഴുതി നോക്കാമല്ലോ അല്ലേ. അപ്പോൾ അടുത്ത് 1 3 ആണ് വരിക. സോ 1 3. അടുത്ത് നമുക്ക് വരുന്നത് 1 4. സോ 1 4 വീണ്ടും എക്സെട്രാ നമുക്ക് അതിന് മുന്നോട്ട് പോകാൻ. അടുത്ത് ഞാൻ വീണ്ടും 2 വെച്ചുള്ള പെയറിങ് കൊടുക്കാൻ പോകുന്നു. ഫസ്റ്റ് എലിമെൻറ്റ് കിട്ടുന്നത് 2 2 ദ ഫസ്റ്റ് പെയറിങ്. അടുത്ത പെയറിങ് കിട്ടുന്നത് 2 3 ആണ്. അടുത്ത പെയറിങ് കിട്ടുന്നത് 2 4 ആണ്. ഇത് നമുക്ക് 3 വെച്ചുള്ള പെയറിങ് തുടങ്ങാം. അപ്പോൾ 3 2 ദ ഫസ്റ്റ് പെയറിങ്. അടുത്ത പെയറിങ് 3 3 ആണ് സെക്കൻഡ് പെയറിങ് എന്ന് പറയുന്നത്. അടുത്ത പെയറിങ് 3 4 എന്നാണ്. അപ്പോൾ ഇതാണ് നമുക്ക് എ ക്രോസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇത് ഒരു ചോദിക്കുന്ന ചോദ്യമാണ്. എയും ബിയും നമുക്ക് ഒരു സെറ്റ് തന്നു കഴിഞ്ഞാൽ എ ക്രോസ് ബി കണ്ടുപിടിക്കാൻ പറയുന്ന ഒരു ചോദ്യം ഇതാണ്. ഇനി ഇതിൽ ചോദിക്കുന്ന വേറെ 1-2 ചോദ്യങ്ങളൊന്നും ഇതാണ്. ഒന്ന് ഒരു പോയിന്റ്, നമ്പർ ഓഫ് എലിമെൻറ്റ്സ് ഓഫ് എ ക്രോസ് ബി. അപ്പോൾ ഇത് റിലേറ്റ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. എൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എലിമെൻറ്റ്സ് ഓഫ് എ എത്ര ഉണ്ട് നോക്കുക, അതേപോലെ നമ്പർ ഓഫ് എലിമെൻറ്റ്സ് ഓഫ് ബി എത്ര ഉണ്ട് നോക്കുക. ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്പർ ഓഫ് എലിമെൻറ്റ്സ് ഓഫ് എ ക്രോസ് ബി കിട്ടും. റെഡി? ഓക്കെ, ഇതിൽ പറഞ്ഞിരിക്കുന്ന ഓർഡേർഡ് പെയേഴ്സ് വെച്ചിട്ട് നമുക്കൊരു ചോദ്യം ചോദിക്കില്ല. ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. ഓർഡേർഡ് പെയർ XY എന്നുള്ള ഓർഡേർഡ് പെയർ എ ബിക്ക് ഈക്വൽ ആണെങ്കിൽ, ഓർഡേർഡ് പെയർ XY എന്നുള്ള ഓർഡേർഡ് പെയർ എ ബിക്ക് ഈക്വൽ ആണെങ്കിൽ ഇതാണ് ഇക്വാളിറ്റി ഓഫ് ഓർഡേർഡ് പെയർ. ഈ റിലേറ്റ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതിൽ നമുക്ക് പറയാൻ പറ്റും ഈ ഫസ്റ്റ് ഓർഡേർഡ് പെയറിലെ എക്സും ഇതും ആരുമായിട്ട് ഇക്വേറ്റ് ചെയ്യാം, എ ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. സെക്കൻഡ് ഓർഡേർഡ് പെയർ വൈയും ബി ആരുമായിട്ട് സെക്കൻഡ് എലിമെൻ്റ് ആയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ കിട്ടുന്നത് എക്സിൻ്റെ വാല്യൂ എന്ത് കിട്ടും, നമുക്ക് എ കിട്ടും. അതേപോലെ വൈൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും, ബി കിട്ടും. ഇതാണ് മെയിനായിട്ട് ക്രോസ് പ്രോഡക്റ്റ് റിലേറ്റ് ചെയ്ത നമുക്ക് കൺസെപ്റ്റുകൾ. ഇതിൽ നിന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ഉള്ളത്. പ്രോബ്ലമൊക്കെ നമുക്ക് ചെയ്യാം. ആദ്യം എൻ്റെ കൺസെപ്റ്റ് ബേസ് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി ഇവിടെ നിന്നാണ് ഞാൻ റിലേഷനിലേക്ക് വരാൻ പോകുന്നത്. എന്താണ് റിലേഷൻ? റിലേഷൻ ഈസ് നത്തിങ് ബട്ട്, റിലേഷൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എനി സബ്സെറ്റ് ഓഫ് ആരുടെ എ ക്രോസ് ബിൻ്റെ സബ്സെറ്റാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റിലേഷൻ. അത് സിംബോളിക്കായി നമ്മൾ എഴുതുക. റിലേഷൻ R ആണെങ്കിൽ എ ക്രോസ് ബിൻ്റെ സബ്സെറ്റ് ആണെങ്കിൽ എയിൽ നിന്ന് ബിയിലേക്ക് ആരോട്ട് കഴിഞ്ഞാൽ ഇത് വായിക്കേണ്ടത് R എന്ന് പറഞ്ഞ റിലേഷൻ്റെ പേരും എവിടത്തേക്കാണ്, എയിൽ നിന്ന് ബിയിലേക്കാണ്. അപ്പോൾ ആരുടെ സബ്സെറ്റാണ് ഈ പറയുന്ന എ ക്രോസ് ബിൻ്റെ സബ്സെറ്റ് ആയിരിക്കും ആ റിലേഷൻ, ഈ പറയുന്ന റിലേഷൻ. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു റിലേഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യുന്നത് X to Y എന്നാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ റിലേഷൻ ആരുടെ സബ്സെറ്റ് ആയിരിക്കും? സെയിം റിലേഷൻ ആരുടെ സബ്സെറ്റ് ആയിരിക്കും? എക്സ് ക്രോസ് വൈയുടെ സബ്സെറ്റ് ആയിരിക്കും. റെഡി? ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് റിലേഷൻ എന്താണെന്ന് പറഞ്ഞു. ഏറ്റവും സിമ്പിളായിട്ട് ഈ പറയുന്ന റിലേഷൻ എന്ന് പറയുന്നത് എ ക്രോസ് ബിൻ്റെ സബ്സെറ്റാണ്. അപ്പം ഞാൻ ഒരു റിലേഷൻ
ഒരു റിലേഷൻ ആണോ ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്യുന്നത്, ഞാൻ ഒരു ഓഡേറ്റ് പെയർ ഉണ്ടാക്കാൻ പോകണേ. സോ ഓഡേറ്റ് പെയർ ഞാൻ ഇങ്ങനെ അതിൽ നിന്ന് ഓഡേറ്റ് പെയർ എടുത്ത് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്നത് ഞാനിപ്പോൾ എഴുതിയിരിക്കുന്ന സെറ്റ്, ഈ സെറ്റ് ഇത് റിലേഷനാണ്. ഈ പറയുന്ന ഇതാണ് എയും ബി ഒക്കെ നമുക്ക് ഇവിടെ ഉണ്ട്, ഇതാണ് എ, ഇതാണ് ബി. അപ്പോൾ ഇത് എ ക്രോസ് ബിൻ്റെ സബ്സെറ്റാണ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. എ ക്രോസ് ബിൻ്റെ സബ്സെറ്റ് ചെക്ക് ചെയ്യാൻ നമുക്ക് എന്താ എളുപ്പമുള്ള വഴി, ഈ രണ്ട് ഓഡേറ്റ് പെയർസ് ഇവിടെ ഉണ്ടോ നോക്കിയാൽ മതി. ശരിയാണല്ലോ. 1 2 ഇവിടെ ഉണ്ട്, ശരിയാണ്. 1 2 ഇവിടെ ഉണ്ട്. 2 3 ഇവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതാരാണ്, റിലേഷനാണ്. ഇനി ഇതിൽ വേറെ ഒരു എലമെൻറ്റ് കയറി കൂടി എന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ ഞാൻ ഇതിലല്ലാത്ത ഒരു എലമെൻറ്റിന് ഞാൻ ഫോർ എക്സാമ്പിൾ 2, എനിക്കിഷ്ടമുള്ള ഒരു എലമെൻറ്റ് എടുക്കുന്നു. 5 എന്ന് പറയുന്ന എലമെൻറ്റ് എടുത്തിട്ട് ഞാൻ ഒരു സെറ്റ് ഉണ്ടാക്കി. ഓഡേറ്റ് പെയേഴ്സിൻ്റെ ഒരു സെറ്റാണ്. അപ്പോൾ വീണ്ടും ചോദ്യം വരും, നമുക്ക് ഈ പറയുന്ന തന്നിരിക്കുന്ന സെറ്റ് ഓഡേറ്റ് പെയറിൻ്റെ സെറ്റാണ്, ഇത് ഈ എ ക്രോസ് ബിൻ്റെ സബ്സെറ്റാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് നോക്കാം. 1 2 കാണുന്നുണ്ട്. ഓക്കെ, 1 2 കാണുന്നുണ്ട്. ആരെ കാണില്ല, 2 5 നമുക്ക് എവിടെയും കാണില്ല. അപ്പോൾ അതെന്തല്ല, സബ്സെറ്റ് അല്ല. ഇനി ഇതിനെക്കാട്ട് എളുപ്പത്തിൽ നോക്കാനുള്ള മെത്തേഡ്, ഒരു സെറ്റ് തന്നു കഴിഞ്ഞാൽ ഒരു എയും ബിയും നമുക്ക് തരും. നിർബന്ധമായിട്ട് എയും ബിയും തന്നാലേ റിലേഷൻ ആണോ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എയും ബിയും തന്നു, അതിൻ്റെ സബ്സെറ്റായി എന്ന് പറയപ്പെടുന്ന ഒരു സെറ്റും തന്നു, ഓഡേറ്റ് പെയേഴ്സിൻ്റെ ഒരു സെറ്റും നമുക്ക് തന്നു. എന്നിട്ട് ചോദിക്കും ഇതിൻ്റെ റിലേഷൻ ആണോ, ഈ പറയുന്നത് എ ക്രോസ് ബിൻ്റെ സബ്സെറ്റ് ആണോ ഇല്ലയോ നോക്കാനുള്ള അടുത്ത വഴി എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഓഡേറ്റ് പെയേഴ്സിൻ്റെ ഫസ്റ്റ് എലമെൻറ്റ് എടുക്കുക, 1 2 എടുക്കുക. ഇത് എയിലുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, ഇത് എയിലുണ്ട്, ശരിയാണ്. ഇത് സെക്കൻഡ് എലമെൻറ്റ് എടുക്കുക, 2 5. അപ്പോൾ 2 5 നമുക്ക് എവിടെ ചെക്ക് ചെയ്യാൻ നോക്കുക, സെക്കൻഡ് എലമെൻറ്റായ 2 5 നമുക്ക് ബിയിലുണ്ടോ ചെക്ക് ചെയ്യാം. അതിൽ 2 കാണാൻ പറ്റും, ആരെ കാണാൻ പറ്റില്ല, 5നെ കാണാൻ പറ്റില്ല. അപ്പോൾ സെക്കൻഡ് എലമെൻറ്റുകൾ മുഴുവൻ എവിടേക്ക് വരണം, ബിയിലുണ്ടെങ്കിൽ മാത്രമേ അതെന്തായിട്ട് മാറുള്ളൂ, റിലേഷനായിട്ട് മാറുള്ളൂ. അതുകൊണ്ട് ഇതെന്തല്ല, ഈ പറയുന്ന സാധനം നോട്ട് എ റിലേഷൻ. ഈ പറഞ്ഞ സാധനം എന്തല്ല, റിലേഷൻ അല്ല. കിട്ടിയല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു ഇവിടെ ചോദിക്കുന്ന വേറൊരു ചോദ്യം ഇതാണ്, ഒരു എയും ബിയും തന്നും റിലേഷനും തരും. എന്നിട്ട് ആ റിലേഷൻ എന്ന് പറയുന്നത് സബ്സെറ്റ് ആണോ ഇല്ലേ എന്ന് വെച്ചാൽ റിലേഷൻ ആണോ ഇല്ലേ എന്നുള്ള ചോദ്യം വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ഒരു റിലേഷൻ ഉള്ള ഒരു സബ്സെറ്റ് വെച്ച് റിലേഷൻ എഴുതുന്നു. 1 2, 2 3 എന്ന് പറയുന്ന ഒരു റിലേഷൻ എഴുതി വെച്ചു എന്ന് വിചാരിക്കുക. ഓക്കെ, ഇനി അടുത്ത നമുക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ, ഒന്ന്, ഈ റിലേഷൻ ഏതൊക്കെ രീതിയിൽ എഴുതാൻ പറ്റും, സെറ്റിന് ഏതൊക്കെ രീതിയിൽ എഴുതാൻ പറ്റുമോ അതൊക്കെ റിലേഷൻ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ സെറ്റാണല്ലോ റിലേഷൻ എന്ന് പറയുന്നത്. സെറ്റിന് ഏതൊക്കെ രീതിയിൽ എഴുതാൻ പറ്റും, റോസ്റ്റർ ഫോം ഉണ്ട്. അപ്പോൾ ഇത് റിലേഷൻ ഏത് ഫോമാണ്, റോസ്റ്റർ ഫോമാണ്. സെറ്റിന് നമുക്ക് ഏത് ഫോമിലേക്ക് എഴുതാം, സെറ്റ് ഫോമിലേക്ക് എഴുതാം. അപ്പോൾ ആ സെറ്റ് ഫോമിൽ എഴുതുന്ന സമയത്ത് ജനറൽ എലിമെൻറ്റ് നേച്ചർ എങ്ങനെ വരിക, ഓഡേഡ് പെയർ x, y എന്നുള്ള ഫോമിലേക്കാണ് നമുക്ക് വരിക. കിട്ടിയല്ലോ. അപ്പോൾ ഈ പറയുന്ന റിലേഷന് വേണമെങ്കിൽ നമുക്ക് എന്തിലേക്ക് എഴുതാം, സെറ്റ് ഫോമിലേക്ക് എഴുതാം. എക്സും വൈയും കണക്ട് ചെയ്യുന്ന ഒരു കണ്ടീഷൻ കണ്ടുപിടിക്കുകയാണെങ്കിൽ, എക്സും വൈയും കണക്ട് ചെയ്യുന്ന ഒരു കണ്ടീഷൻ കൃത്യമായിട്ട് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ നമുക്ക് എഴുതാൻ പറ്റും. ഈ പറയുന്ന റിലേഷനെ സെറ്റ് ഫോമിലേക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത് ചോദിക്കുന്ന ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യം, റിലേഷൻ തന്നു കഴിഞ്ഞാൽ ഒന്ന് റിലേഷൻ്റെ ഒരു ഫോം എന്ന് പറഞ്ഞാൽ ഏതാണ്, ഇതാണ്. ഏത്, റോസ്റ്റർ ഫോമാണ്. രണ്ടാമത്തെ സെറ്റ് ഫോമാണ്. പിന്നെ നമുക്ക് റിലേഷൻ പറയുന്ന ഒരു സാധനം എന്ന് പറയുന്നത് റിലേഷൻ്റെ ആരോ ഡയഗ്രം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഈ ഒരു റിലേഷൻ നമുക്ക് ആരോ ഡയഗ്രം വരയ്ക്കുക എന്ന് പറഞ്ഞാൽ എ എന്നുള്ള സെറ്റിനെ നമുക്ക് സർക്കിളായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, വരച്ചു വയ്ക്കാം. ഓക്കെ, അതേപോലെ ബി എന്നുള്ള സെറ്റിനെയും ഒരു സർക്കിളോ അല്ലെങ്കിൽ ഓവൽ നമുക്ക് ഒരു ഈ പറയുന്ന രീതിയിലേക്ക് എയും ബിയും നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഒരു എലിപ്റ്റിക്കലായിട്ടോ സർക്കിളായിട്ടോ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നു. എ എന്ന് പറഞ്ഞ സെറ്റാണിത്, ബി എന്നാണ് സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്ക് ഞാൻ ഒരു ആരോ കൊടുക്കുന്നു, റിലേഷനെ ഞാൻ റെപ്രസെൻറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇനി എയിൽ ഞാൻ ചെയ്യാൻ പോകുന്ന പരിപാടി എന്ന് വെച്ചാൽ എയിലുള്ള എലമെൻറ്റ്സിനെ ഞാനിവിടെ ലിസ്റ്റ് ചെയ്യാൻ പോവാണ്. 1 2 3 ഞാൻ ലിസ്റ്റ് ചെയ്യുന്നു, 1 2 3 ലിസ്റ്റ് ചെയ്തു. ബിയിലെ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞ് 2 3 4 ഞാൻ ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന റിലേഷനെ നമുക്ക് ആരോ ഡയഗ്രം വരയ്ക്കാൻ പറഞ്ഞാൽ, ചോദ്യം ഈസിയായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. ഈ പറയുന്ന റിലേഷൻ്റെ ആരോ ഡയഗ്രം വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്നത്, ഈ ഓഡേഡ് പെയറിനെ നമ്മൾ ആദ്യം റെപ്രസെൻറ്റ് ചെയ്യുക 1 2. ഈ ഓഡേഡ് പെയറിൽ ഫസ്റ്റ് എലമെൻറ്റാണ് 1 2 ആണ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒന്നിൽ നിന്ന് നമ്മൾ എന്തിലേക്ക് വരയ്ക്കും, ഒരു 2ലേക്ക് ഒരു ആരോ വരയ്ക്കും. ഓക്കെ, ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആരോ ഇതാണ്. അതേപോലെ സെക്കൻഡ് 2 3ക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന പരിപാടി 2ൽ നിന്ന് 3ലേക്ക് എന്ത് വരയ്ക്കും, നമുക്കൊരു ആരോ വരയ്ക്കും. അപ്പോൾ അതോടുകൂടി നമുക്ക് 2 3 റെപ്രസെൻറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ചിത്രം, ഈ വരച്ചിരിക്കുന്ന ചിത്രം ഇതിൻ്റെ ആരാന്ന് ചോദിച്ചാൽ നമ്മൾ പറയാൻ പറ്റും ഈ റിലേഷൻ്റെ ആരോ ഡയഗ്രമാണ് ഈ പറയുന്ന ചിത്രം. ഓക്കെ, ഇതേപോലെ റിലേഷൻ ഗ്രാഫ് വരയ്ക്കാൻ പറ്റും. സാധാരണ ഗ്രാഫ് വരയ്ക്കും പോലെ നമുക്കെന്ത് വേണം, ഒരു എക്സ് ആക്സ് വേണം, ഒരു വൈ ആക്സ് വേണം. എ എന്നുള്ള സെറ്റിന് നമ്മൾ എക്സിലേക്ക് പ്ലോട്ട് ചെയ്യും, ബി എന്ന സെറ്റിലേക്ക് വൈയിലേക്ക് പ്ലോട്ട് ചെയ്താൽ ഈ ഓഡേഡ് പെയറിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ടാവും, പോയിൻറ്റ്സുകൾ ഉണ്ടാവും. ആ പോയിൻ്റാണ് ഈ റിലേഷൻ എന്ത് പറയുന്നത് വരച്ച് കഴിഞ്ഞാൽ റിലേഷൻ നമുക്ക് ഗ്രാഫുമായിട്ട് കഴിയും. കിട്ടിയല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ റിലേഷൻ എന്ന് പറയുന്ന സംഗതികൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ചോദ്യം ഇത്രയേ ഉള്ളൂ. ഒന്ന് റിലേഷൻ ആണോ എന്ന് ചോദിക്കും, ഒന്നാമത്തെ ചോദ്യം റിലേഷൻ ആണോ,
രണ്ടാമത്തെ റിലേഷൻ ആണെങ്കിൽ ഇതിൻ്റെ സെറ്റ് ബിൽഡർ ഫോമിലേക്കോ റോസ്റ്റർ ഫോമിലേക്കോ എഴുതാൻ പറയും, അല്ലെങ്കിൽ ഈ പറയുന്ന ആരോ ഡയഗ്രം നമുക്ക് വരയ്ക്കാൻ പറയും. ഓക്കെ, ഇനി ചോദിക്കുന്ന അടുത്ത ചോദ്യം റിലേഷൻ്റെ ഡൊമെയിനും റേഞ്ചും കണ്ടുപിടിക്കാനുള്ള ചോദ്യമാണ് പിന്നെ ചോദിക്കുന്ന ചോദ്യം. അപ്പം ഈ ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ റിലേഷൻ നമുക്ക് തന്നു വിചാരിക്കാം. അങ്ങനെയാണ് ഈ റിലേഷൻ്റെ ഡൊമെയിൻ. അപ്പോൾ ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, അതൊരു സെറ്റാണ്. ഈ പറയുന്ന ഓർഡേർഡ് പെയേഴ്സിൽ, ഇതാണ് ഓരോ ഓർഡേർഡ് പെയേഴ്സ്, ഇതിൻ്റെ ഫസ്റ്റ് എലമെൻറ്റുകൾ പിക്ക് ചെയ്ത് ഞാൻ ഇവിടെ എഴുതി കഴിഞ്ഞാൽ അതിന് സെറ്റായിട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് എന്ത് പറയുന്നത്, ഡൊമെയിൻ എന്ന് പറയും. അപ്പോൾ അങ്ങനെ എഴുതുകയാണെങ്കിൽ ഫസ്റ്റ് ഓർഡേർഡ് പെയറിൽ 1 ഉണ്ട്, സെക്കൻഡ് ഓർഡേർഡ് പെയർ 2 ഉണ്ട്. അപ്പോൾ ഈ സെറ്റെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡൊമെയിൻ ഓഫ് ദ റിലേഷൻ. രണ്ടാമത്തെ ചോദ്യം ഇതിൻ്റെ റേഞ്ച് കണ്ടുപിടിക്കാൻ പറയും. റേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഓർഡേർഡ് പെയറിൻ്റെ സെക്കൻഡ് എലമെൻറ്റുകൾ എന്ന് പറഞ്ഞാൽ 2നെയും 3നെയും, റിലേഷനിലെ മെമ്പേഴ്സ് മാത്രമേ എഴുതാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ 2,3 നമുക്ക് എഴുതി വെച്ചാൽ 2,3 എന്ന് എഴുതി വെച്ചാൽ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് റേഞ്ച് ഓഫ് എ റിലേഷൻ. ഇനി ഒരു സാധനം കൂടിയുണ്ട്, കോ ഡൊമെയിൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റോട് നമുക്ക് പറയാനുണ്ട്. കോ ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന റിലേഷൻ എവിടുന്ന് എവിടത്തേക്കാണ്, ഇവ റിലേഷൻ എയിൽ നിന്ന് ബിയിലേക്കാണ്. അങ്ങനെയാണ് ഈ മൊത്തമായിട്ടുള്ള ഈ സെറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്, കോ ഡൊമെയിൻ എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ എഴുതി വെച്ചാൽ അതിന് മൊത്തം സെറ്റ് ഏതാ 2, 3, 4 എന്ന് പറഞ്ഞ സെറ്റാണ് എന്ന് പറഞ്ഞാൽ അത് ബി തന്നെയാണ്. മൊത്തം ബീനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് പറയുക, കോ ഡൊമെയിൻ എന്നാണ് നമുക്ക് വിളിക്കുക. ഓക്കെ, അപ്പോൾ റിലേഷൻ ഉണ്ടാവാൻ കാരണക്കാരൻ ആരാണ്, എ ക്രോസ് ബി ആണ്. എ ക്രോസ് ബിൻ്റെ സബ്സെറ്റാണ് നമ്മൾ എന്ത് പറയുന്നത്, റിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എ ക്രോസ് ബിൻ്റെ എനി സബ്സെറ്റ് റിലേഷനായി. ഇനി നമ്മൾ നേരെ ഫംഗ്ഷനിലേക്ക് ഇതേപോലെ നമുക്ക് പോവാം. ഫംഗ്ഷൻ ഉണ്ടായിരിക്കുന്ന റിലേഷനാണ്. എല്ലാ ഫങ്ഷൻസും റിലേഷൻസാണ്, എല്ലാ റിലേഷൻസും എന്തല്ല, ഫങ്ഷൻസ് അല്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ റിലേഷൻ എഴുതാൻ പോവാണ്. ഞാൻ ആരോ ഡയഗ്രം വെച്ചിട്ട് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പം ഞാനൊരു എ എന്ന് പറഞ്ഞ ഒരു സെറ്റ് വരച്ചു, അതേപോലെ ഞാൻ ബി എന്ന് പറയുന്ന ഒരു സെറ്റ് ഞാൻ വരച്ചു. അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്ക് ഞാനൊരു റിലേഷനെ ഡിഫൈൻ ചെയ്യുന്നു. ആരോ ഡയഗ്രത്തിൽ റിലേഷൻ പറയാൻ പോവാണ് കേട്ടോ. ഞാനിവിടെ 1, 2, 3, 4 കുറച്ച് എലമെൻറ്റ്സ് ഉണ്ട്. 2, 3, 4, 5, 6 എന്ന് പറയുന്ന എലമെൻ്റ് ഉണ്ട്. 1നെ എനിക്ക് 2ലേക്ക് ആരോ കിട്ടുന്നു, 2ന് 3ലേക്ക് ആരോ കിട്ടുന്നു, 3ന് 4ലേക്ക് ആരോ കിട്ടുന്നു, അതേപോലെ 3ന് വീണ്ടും ഞാൻ 5ലേക്ക് ആരോ കിട്ടുന്നു. ഇതൊരു റിലേഷനാണ്. ഓക്കെ, ഞാൻ വീണ്ടും ഒരു എക്സാമ്പിൾ കൂടി കാണിക്കാം. ഒരു ആരോ ഡയഗ്രം കൂടി വരയ്ക്കുന്നു. ദിസ് ഇസ് ദ സെറ്റ് എ ആൻഡ് ദിസ് ഇസ് ദ സെറ്റ് ബി. ഓക്കെ, എയിൽ നിന്ന് ബിയിലേക്കുള്ള റിലേഷൻ എന്ന് വിചാരിക്കുക. സപ്പോസ് ദ റിലേഷൻ ഫ്രം എ ടു ബി. കുറച്ച് എലമെൻറ്റ്സ് ഞാനിവിടെ എ ബി സി എന്ന് പറഞ്ഞ കുറച്ച് എലമെൻറ്റ് എഴുതുന്നു. എക്സ് വൈ സെഡ് എന്ന് പറയുന്ന എലമെൻറ്റ്സ് ബിയിലുണ്ട്. എയിൽ നിന്ന് എക്സിലേക്ക് ഒരു ആരോ വരയ്ക്കുന്നു, ബിയിൽ നിന്ന് വൈയിലേക്ക് ഒരു ആരോ വരയ്ക്കുന്നു, സിയിൽ നിന്ന് വീണ്ടും ഞാനൊരു വൈയിലേക്ക് ഞാൻ ആരോ വരച്ചു. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൽ രണ്ടും നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇത് രണ്ടും റിലേഷൻസാണ്. അതിൽ ഇത് നോട്ട് എ ഫങ്ഷനാണ്, ഇത് ഫങ്ഷൻ അല്ല. ദിസ് ഇസ് നോട്ട് എ ഫങ്ഷൻ. ഇത് പറയുന്ന ആരാണ്, ഇതൊരു ഫങ്ഷനാണ്. അപ്പോൾ മനസ്സിലാവും എല്ലാ റിലേഷൻസും എന്തല്ല, ഫങ്ഷൻസ് അല്ല. പക്ഷേ എല്ലാ ഫങ്ഷൻസും എന്താണ്, റിലേഷനാണ്. എന്ന് പറഞ്ഞാൽ എയും ബിയും തന്ന അതിൻ്റെ എനി സബ്സെറ്റ് നമുക്ക് എന്ത് വിളിക്കാം, റിലേഷൻ എന്ന് വിളിക്കുകയാണെങ്കിൽ എല്ലാ റിലേഷൻ എന്ത് വിളിക്കാൻ പറ്റില്ല, ഫങ്ഷനില്ല. അപ്പോൾ ഇതെന്താണ്, റിലേഷനാണ്, എന്തല്ല, നോട്ട് എ ഫങ്ഷനാണ്. ഇതെന്താണ്, റിലേഷനുമാണ്, ഇതെന്താണ്, ഫങ്ഷനുമാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ വ്യത്യാസം എന്താണ്? അപ്പോൾ ഇത്രയേ ഉള്ളൂ. എയിൽ നിന്ന് ബിയിലേക്ക് പറയുന്ന ഒരു റിലേഷൻ ഫങ്ഷൻ ആവണമെങ്കിൽ ഇത്രയേ ഉള്ളൂ. എയിലുള്ള എല്ലാ എലിമെൻറ്റ്സിനും ബിക്ക് എന്ത് വേണം, ഒരു ഇമേജ് വേണം. അതെന്താണ്, യുണീക്ക് ആവണം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ 1ന് ഇമേജ് ഉണ്ട്, 2ക്ക് ഇമേജ് ഉണ്ട്, 3ക്ക് ഇമേജ് ഉണ്ട്, പക്ഷേ യുണീക്ക് അല്ല. കാരണം 2ക്ക് ഇവിടെ എത്ര ഇമേജസ് വരുന്നുണ്ട്, 2 ഇമേജസ്. ഇമേജ് എന്ന് പറഞ്ഞാൽ ബിയിലുള്ള സെറ്റിൻ്റെ എലമെൻറ്റ് വിളിക്കുന്ന പേരാണ് ഇമേജ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ 3ന്ന് 4ക്ക് ഇമേജ് ഉണ്ട്, 3ക്ക് 5ക്ക് ഇമേജ് ഉണ്ട്. അതുകൊണ്ട് ഈ പറയുന്ന സാധനം എന്തല്ല, ഒരു ഫങ്ഷനല്ല. ഇനി ഫോർ എക്സാമ്പിൾ ഈ പറയുന്ന സാധനം ഇപ്പോൾ 3ക്ക് ഈ 2 ഇമേജ് പോട്ടെ, അതിൽ അവിടെ ഒരു ഇമേജ് ഉള്ളൂ എന്ന് വിചാരിക്കാം. അങ്ങനെ പല കേസും നമുക്കിവിടെ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇതിലിപ്പോൾ ഈ പറയുന്ന എലമെൻ്റ് ഇല്ല എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പം ഞാൻ 3ക്ക് 4ന് മാത്രമേ നമുക്ക് എന്തുള്ളൂ, ഈ ഇമേജ് ഒന്നുള്ളൂ എന്ന് വിചാരിക്കാം. എന്നാൽ എന്തല്ല, ഫങ്ഷനല്ല. അപ്പോൾ എന്താ പറഞ്ഞാൽ എയിലുള്ള എല്ലാ എലമെൻറ്റ്സും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആരൊഴിവായി, 4 ഒഴിവായി. അപ്പോൾ 4ഉം കൂടിയും ഈ പറഞ്ഞ സാധനം ഇമേജ് ഉണ്ടാക്കിയാൽ മാത്രമേ എന്തായിട്ട് മാറുള്ളൂ, ഫങ്ഷനായിട്ട് മാറുള്ളൂ. അപ്പോൾ ഇവിടെ ഇതെന്തല്ല, ഫങ്ഷനല്ല. അപ്പോൾ ഇവിടുത്തെ കാര്യം നോക്ക്, എയിലുള്ള എല്ലാ എലമെൻറ്റ്സും, എക്ക് 3 എലമെൻറ്റ്സ് ഉണ്ട്. ആ 3 എലമെൻറ്റ്സ് ഇവിടെ ഇമേജ് ഉണ്ട്, പോരാ. ഇമേജ് ഉണ്ടായാൽ മാത്രം പോരാ, യുണീക്കാണെന്ന് നോക്കുക. യുണീക്കാണെന്ന് നോക്കുകയെന്ന് പറഞ്ഞാൽ എന്ന് ഉള്ള ആൾ ഒരാളെടുത്താൽ അതിന്ന് ഒരു ഇപ്പുറത്തുള്ള ആൾ എന്ന ഒരാളെ മാത്രം പാടുള്ളൂ. അപ്പോൾ എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ആരോ ഡയഗ്രം വരയ്ക്കാനും പെട്ടെന്ന് പറയാൻ പറ്റും. എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ആരോ മാത്രമാണെങ്കിൽ ആ എല്ലാ അതേപോലെയുള്ള എലിമെൻറ്റ്സുകൾക്കും
ഒരു ആരോ മാത്രമാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അതെന്താണ്? ഫങ്ഷനാണ്. അപ്പോൾ ഇത് എന്ന് പറയുന്ന ആരാണ്? ഇത് ഫങ്ഷനാണ്. ഇതെന്തല്ല? ഇത് നോട്ട് എ ഫങ്ഷനാണ്. വൺ ഈസ് ഫങ്ഷൻ ആൻഡ് അതർ ഈസ് നോട്ട് എ ഫങ്ഷൻ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ റിലേഷൻ എന്തൊക്കെ പ്രോപ്പർട്ടീസ് ഉണ്ടോ ആ പ്രോപ്പർട്ടീസൊക്കെ എന്തുണ്ട്? നമുക്ക് ഫങ്ഷനുണ്ട്. അപ്പോൾ റിലേഷൻ എന്തൊക്കെ പ്രോപ്പർട്ടി ഉള്ളത്? ഒന്ന്, റിലേഷൻ്റെ റൈറ്റിംഗ് ഫോംസ്. ഏതൊക്കെ ഫോംസ് ഉണ്ട്? റോസ്റ്റർ ഫോമിലേക്ക് എഴുതാം. രണ്ടാമത്തത് സെറ്റ് ബിൽഡർ ഫോമിലേക്ക് എഴുതാം. സെറ്റ് ബിൽഡർ ഫോം ഉണ്ട്, സെറ്റ് ബിൽഡർ ഫോം ഉണ്ട്. ഓക്കെ, ആരോ ഡയഗ്രം ഉണ്ട് റിലേഷന്, ആരോ ഡയഗ്രം റിലേഷൻ ഉണ്ട്. റിലേഷൻ പിന്നെ എന്തുണ്ട്? ഗ്രാഫ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഫങ്ഷൻ എന്തുണ്ട്? റോസ്റ്റർ ഫോം ഉണ്ട്. ഫങ്ഷൻ എന്തുണ്ട്? സെറ്റ് ബിൽഡർ ഫോം ഉണ്ട്. ഫങ്ഷൻ എന്തുണ്ട്? ആരോ ഡയഗ്രം ഉണ്ട്. ഫങ്ഷൻ എന്തുണ്ട്? ഗ്രാഫ് ഉണ്ട്. അത് മാത്രമല്ല പിന്നെ ഒരു സാധനം ഡൊമെയിൻ അല്ലേ? റിലേഷൻ അല്ല ഫസ്റ്റ് എലമെൻറ്റ് സെറ്റ് വിളിക്കുന്ന ഡൊമെയിൻ ഉണ്ട്. അതേപോലെ റേഞ്ച് ഉണ്ട് റിലേഷന്. പിന്നെ ആരുണ്ട്? കോ ഡൊമെയിനും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എന്തിനുണ്ട്? ഫങ്ഷനും ഉണ്ട് അല്ലോ. അപ്പോൾ ഈ പറയുന്ന ഫങ്ഷൻ ആണെങ്കിൽ ഇതിൻ്റെ ഡൊമെയിൻ എന്തായിരിക്കും? ഈ പറഞ്ഞ പ്രോപ്പർ ഡൊമെയിൻ സെറ്റ് എ കോമ ബി കോമ സി, ഇതാണ് ഡൊമെയിന്. അപ്പോൾ ഇതിൻ്റെ റേഞ്ച് ആരാന്ന് വെച്ചാൽ ആരാണ്? ഇപ്പുറത്തുള്ള ആരോസ് പോയ ആൾക്കാർ ആരൊക്കെയുള്ളൂ? എക്സും വൈയും മാത്രമേ ഉള്ളൂ. അതാണ് എന്ത്? ഡൊമെയിന്. ഈ കോ ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? എൻ്റെയർ ആ സെക്കൻഡ് സെറ്റ് ബീനെ വിളിക്കുന്ന പേരാണ് കോ ഡൊമെയിൻ എന്ന് വിളിക്കുക. അപ്പോൾ ഇതാണ് അതിൻ്റെ ബേസിക് ഐഡിയകൾ. റിലേഷൻ ആൻഡ് ഫങ്ഷൻ്റെ ബേസിക് ഐഡിയകൾ നമ്മൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അതിൻ്റെ പ്രോബ്ലം സെക്ഷനിലേക്ക് ഒന്ന് പോയി നോക്കാം. ഓക്കെ.